റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ വ്യക്തിയെ സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. അതായത് നിങ്ങളുടെ ക്യാരക്ടറാണോ, ഏത് രീതിയിൽ, ഏതെല്ലാം രീതിയിലാണ് നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിച്ചിരിക്കുന്നത് എന്ന്. നിങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം കുടുംബത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അതുപോലെ എല്ലാ സന്തോഷവും കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. അതുപോലെ എല്ലാവരെയും സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് കണ്ടിട്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് കുടുംബത്തോട് കൂടുതൽ ഐക്യവും സ്നേഹവും ഒക്കെ തോന്നാൻ ഉള്ള കാരണം. അതുപോലെ ഏതു കാര്യത്തെക്കുറിച്ചും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു പ്രത്യേക അറിവുണ്ടായിരിക്കും. മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അതുപോലെ അവർക്ക് വേണ്ട സഹായങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെയാണെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണയുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന്. അതും അവരെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയാണുള്ളത്. എത്ര പ്രശ്നങ്ങളുള്ള സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പോകണമെങ്കിലും അതെല്ലാം ശരിയാവും. അതിനെയും മറികടക്കാനും അല്ലെങ്കിൽ അത് തരണം ചെയ്യാനുമുള്ള ഒരു കഴിവും അതുപോലെ അത് ശരിയാവും എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടി പ്രതീക്ഷയോടു കൂടിയും ആണ് നിങ്ങൾ ഓരോ കാര്യത്തെയും കാണുന്നത്. എന്തെങ്കിലും രീതിയിൽ നമ്മൾ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത്, അതായത് മറ്റൊരു രീതിയിൽ അതിനെ കണ്ടുകൊണ്ട് അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുകയും അതുപോലെ പ്രശ്നങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ട പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയും അതിനൊരു പുതിയ തുടക്കം, ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് ഒരു പുതിയ തുടക്കം തുടങ്ങാനും നിങ്ങൾക്കൊരു പ്രത്യേക കഴിവാണെന്നും അതുപോലെ തന്നെ ഏതൊരു പ്രശ്നത്തിലും കുടുങ്ങിക്കിടക്കാതെ അതിൽ നിന്നാൽ ആ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, അത് മറ്റൊരു ആംഗിളിലൂടെ മനസ്സിലാക്കാനുള്ള പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട്. ഏതൊരു വിഷമഘട്ടങ്ങളിലും ആ വിഷമങ്ങളെല്ലാം തരണം ചെയ്ത്, അതായത് വിഷമങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അത് വരുന്ന സ്ഥലത്ത് വെച്ച് വരുന്നത് പോലെ ആവും എന്നൊരു പ്രതീക്ഷയോടുകൂടി അതിനെ നമ്മൾ മനസ്സിൽ നമുക്ക് വിഷമമുണ്ടെങ്കിൽ പോലും അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ സാഹചര്യത്തെയോ അല്ലെങ്കിൽ അതിന് എന്താണോ നിങ്ങൾക്ക് വിഷമമായിട്ടുള്ളതെന്ന് വെച്ചാൽ ആ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് വളരെയധികം ഉണ്ടെന്നും അവർക്ക് മനസ്സിലാക്കുകയും അത് അവരുടെ ജീവിതത്തെ കൂടുതൽ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ വളരെ പ്രതീക്ഷയോടുകൂടി സത്യസന്ധമായിട്ടും ഇന്നത്തെ ജീവിത രീതിക്കനുസരിച്ചും മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ വളരെ നേതൃത്വ ഗുണത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളെയും വളരെയധികം നേതൃത്വ ഗുണം, ഏത് കാര്യത്തിനും വളരെ അധികം നേതൃത്വം നൽകിക്കൊണ്ടും ഏത് വിഷമഘട്ടങ്ങളിലാണെങ്കിലും തൻ്റെ ജീവിതം തൻ്റെ കൈകൾക്കുള്ളിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് നിങ്ങളെന്നും ഈ ഒരു ആത്മധൈര്യവും അതുപോലെ കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനുമുള്ള കഴിവും അവരെ കൂടുതൽ പ്രചോദിപ്പിക്കുകയും അവരുടെ ലൈഫിന് അത് ഒരു സ്വാധീനമാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ സത്യസന്ധത, എല്ലാ കാര്യങ്ങളിലും സത്യസന്ധമായി പെരുമാറുകയും ഒരു കാര്യത്തെയും കള്ളമോ അതുപോലെ തന്നെ നിങ്ങളെ കൂടുതൽ വളച്ചൊടിക്കാതെ നിങ്ങൾ എല്ലാം വ്യക്തമായി പറയുകയും വ്യക്തമായിട്ടുള്ള അഭിപ്രായത്തോടു കൂടി മുന്നോട്ട് പോവുകയും തൻ്റെ കാര്യങ്ങളെ കൂടുതൽ താൻ തന്നെ കൺട്രോൾ ചെയ്യണമെന്നും തനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായവും അതുപോലെ സ്വന്തമായിട്ടുള്ളൊരു ചിന്തയോടുകൂടി പോകുന്ന ഒരാളാണ് നിങ്ങൾ. ആ കാര്യങ്ങളെല്ലാം തന്നെ അവരെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കും. എന്നാൽ ഈ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളായതുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയാത്തൊരു വ്യക്തി കൂടിയായിരിക്കും. എന്നാൽ നിങ്ങളാവട്ടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം നൽകി സത്യസന്ധതയോടുകൂടിയും ധീരതയോടുകൂടിയും അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റിയോടുകൂടിയും മുന്നോട്ട് പോകുന്ന ഒരാളായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു കഴിവും അതുപോലെ വളരെ ആലോചിച്ചതിന് ശേഷം ഒരുപാട് ആലോചിച്ച് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യാതെ എല്ലാത്തിനെക്കുറിച്ചും ഒരു ധാരണയോടുകൂടി വളരെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിനെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. എന്നാൽ അവരാണെങ്കിൽ ചിലപ്പോൾ എടുത്തുചാട്ടം കൊണ്ട്
എല്ലാ കാര്യങ്ങളിലും പെട്ടെന്നുള്ള എടുത്തുചാട്ടം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളിലും ചെന്ന് വീണിട്ടുണ്ടാവും. അതിൽ നിന്ന് ഊരിപ്പോരാനോ അവർക്ക് പെട്ടെന്നൊന്നും കഴിയാത്ത അവസ്ഥയും ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് കൈകാര്യം ചെയ്യുന്നത് കണ്ട് അതെല്ലാം അവർക്ക് കൂടുതൽ സ്വാധീനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പുതിയ പുതിയ തുടക്കങ്ങൾ എന്തിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങൾക്കും പുതിയ പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ, അതായത് സാമ്പത്തികപരമായിട്ടാണെങ്കിലോ അതേപോലെ നമ്മുടെ മനസ്സിൻ്റെ ഏത് വിഷമം പിടിച്ച ഘട്ടങ്ങളിലാണെങ്കിലും അതെല്ലാം മറ്റുള്ളവരെ അറിയിക്കാതെ വളരെ ധൈര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവാണ്. ആ പ്രത്യേക കഴിവ് അവരെ കൂടുതൽ അവരുടെ ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ്, എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അതും നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവാണ്. എല്ലാവരെയും മനസ്സിലാക്കാനുള്ള കഴിവും എല്ലാവരെയും സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള കഴിവും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു പൊതുവായ ഒരു അറിവും അതുപോലെ പ്രതീക്ഷയോടുകൂടി ഏതൊരു പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയും എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട്. ആ കഴിവുകളെല്ലാം തന്നെ അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ എന്ത് കാര്യങ്ങൾ വന്നാലും മറ്റുള്ളവർ കാണാത്ത രീതിയിൽ നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം കാണുകയും അതിനു വേണ്ടിയിട്ടുള്ള മറ്റൊരു ആംഗിളിലൂടെ, ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വേറെ പല കാര്യങ്ങളിലൂടെ ആയിരിക്കും ഓരോ കാര്യങ്ങളെയും കാണും. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളെ കാണുകയും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് വളരെയധികം സ്വാധീനമാണ് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു കുടുംബ ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്നും അവരുടെ എങ്ങനെയാണ് സന്തോഷം ഉണ്ടാക്കേണ്ടതെന്നും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും എങ്ങനെയാണ് ആ സാമ്പത്തികപരമായ കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതുമെല്ലാം തന്നെ നിങ്ങളിൽ നിന്നാണ് അവർ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതും. അതുപോലെ നിങ്ങളിലൂടെയാണ് അവർ സ്നേഹത്തിൻ്റെ എങ്ങനെയാണ് സ്നേഹിക്കപ്പെടേണ്ടതെന്നും എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നും ഉള്ളതും കൂടുതലും മനസ്സിലാക്കിയിട്ടുള്ളതും നിങ്ങളിലൂടെയാണ്. അതെല്ലാം അവരെ കൂടുതൽ സ്വാധീനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റീഡിംഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വാട്സപ്പിൽ പറയുന്നതായിരിക്കും.